السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിനിൽ മസ്ജിദ. ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പള്ളിയിലേക്ക് കടന്നു വന്നത്. ഫൈദാഹു ബി റജുലിൻ മിനൽ അൻസാർ. അപ്പോൾ അൻസാറിൽ പെട്ട ഒരാൾ പള്ളിയിലുണ്ട്. യുഖാൽ ലഹു അബൂ ഉമാമ ജാലിസൻ ഫീഹി. അദ്ദേഹത്തെ പേര് അബൂ ഉമാമ ഉണ്ടായിരിക്കട്. അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട്, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫി ഗൈരി വഖ്തി സ്വലാത്തി. ഓ അബൂ ഉമാമ, എന്തേ പള്ളിയിൽ വെച്ചുകൊണ്ടിരെ? നിസ്കാരം അല്ലാത്തൊരു ടൈമിൽ വന്നിട്ട് പള്ളിയിൽ വെച്ചുകൊണ്ടിരാറില്ലേ? സാധാരണയായിട്ട് പള്ളി നിസ്കാരത്തെ ടൈമിലായിട്ട് മനുഷ്യന്മാർ പള്ളിക്ക് പണ്ടേ, ഇത് നിസ്കാരം അല്ലാത്തൊരു ടൈമായിരിക്കും. ഈ ടൈമിൽ എൻ്റെ പള്ളിയിൽ ബന്ധിച്ചുകൊണ്ട് ഓർത്തനെ എനിക്ക് കേട്ടു. അപ്പോൾ ചെന്ന് ഹുമൂമുൻ ലസിമത്തിനി ദുയൂനുൻ യാ റസൂലല്ലാഹ്. നബിയെ, ഭയങ്കരത്തെ ചെമ്മ ബേജാറും കൊണ്ടു, ജീവിതത്തിൽ ചെമ്മ ബേജാറും കൊണ്ടു, അതുപോലെ കുറേ കടങ്ങളുണ്ട് നബിയെ. അതെല്ലാം ടെൻഷനായിട്ട് കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ടിരാൻ കുറേ ബേജാറുങ്ങ, വൈയക്തികമായ സമസ്യങ്ങ, അതോടുകൂടി കുറേ കടങ്ങ, ഇതെല്ലാം മനസ്സിൽ ഉണ്ടായിട്ട് ഞാൻ പള്ളിയിൽ വന്നിട്ട് ദശോണ്ട് നബിയെ ചെന്ത്. അപ്പോൾ ചെന്ത് അഫല അല്ലിമുക്ക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക്ക വ ഖലാ അൻക ദൈനക. ഓ അബൂ ഉമാമ, നിങ്ങൾക്ക് നാ ഒരു ദിക്ർ പരിപാടി തൻ്റെ, ಅಥವಾ ഒരു ദുആ നിങ്ങൾക്ക് നാ പരിപാടി തൻ്റെ. അത് നിങ്ങൾ ചെന്നിട്ടെങ്കിൽ നിങ്ങളെല്ലാ ബേജാറും പോണ്ടു, നിങ്ങളെല്ലാ കടം അള്ളാഹു ബീട്ടി തണ്ട. അപ്പോൾ ചെന്ത് ബല യാ റസൂലല്ലാഹ്, ಖಂಡಿತമായിട്ട് എനിക്ക് പരിപാടി തറ നബിയെ. അപ്പോൾ ചെന്ത് ഇതാ അസ്ബഹത വ അംസൈത, എല്ലാ സുബഹിക്കും ജാവും നീ ചൊല്ലണം എന്തേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ബുഖ്ലി മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. ഈ ഒരു ദുആ നീ എപ്പോഴും ചെന്നിട്ടായെങ്കിൽ നിൻ്റെ എല്ലാ ബേജാറും എല്ലാ കടം വീടിക്കിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഉമാർ റളിയല്ലാഹു അൻഹു ചെല്ല് ഫഖുൽതു ദാലിക. അങ്ങനെ എല്ലാ നാളും സുബഹിക്കും ജാവുക എന്നാ ചൊല്ലവും തുടങ്ങി. ഫഅദ്ഹബല്ലാഹു അൻക ഫഅദ്ഹബല്ലാഹു ഹമ്മി വ ഖലാ അന്നി ദൈനി. അങ്ങനെ അള്ളാഹു എൻ്റെ എല്ലാ കടം എൻ്റെ തൊട്ട് വീടിയ എന്ന് മാത്രമല്ല എൻ്റെ എല്ലാ ബേജാറും പോയിട്ട്, എൻ്റെ ടെൻഷനെല്ലാം പോയിട്ട് ചെന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ അനുഭവം ചെന്നിട്ടുണ്ടോ. അപ്പോൾ നല്ല അർത്ഥമുള്ളതായ ഒരു നല്ലൊരു ദിക്റായിട്ടിക്കട്, ഒരു ദുആ ആയിട്ടിക്കട്. ഇത് എല്ലാ നാളിലും സുബഹിക്കും ജാവും ഒരാൾ ചെന്ന് ആത്താക്കിയിട്ടായെങ്കിൽ അതിൻ്റെ എല്ലാ ടെൻഷനും പോണ്ടു, എല്ലാ കടം വീടിക്കിട്ട് അള്ളാഹു നമുക്ക് അത് ചൊല്ലവു തൗഫീക്ക് തരട്ട്. അതുപോലെ ഇന്നൊരു ഹദീസിൽ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലു. ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്ത്, ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചെല്ലതായ ഒരു ദിക്ർ ഇത് ചെന്നിട്ടായെങ്കിൽ കാന ദവാഅൻ മിൻ 99 ദാഅൻ ഐസറുഹൽ അംഹം. ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചെന്നിട്ട് എപ്പോഴും ചൊല്ലു തുടങ്ങിയിട്ടായെങ്കിൽ അത് സാധാരണ ദിക്റല്ല, ഭയങ്കര പവർഫുൾ ദിക്റായിട്ടിക്കണത്. മനുഷ്യരെ 99 വരുമ്പോൾ രോഗത്ത് അത് മറന്നായിട്ടിക്കട്, രോഗത്ത് അത് മറന്നായിട്ടിക്കട് എന്ന് മാത്രമല്ല അതിലേറ്റവും എളുപ്പമായത് അവൻ്റെ ബേജാറ് 99 ഏറ്റവും ശരിയ ഒരു സമസ്യ എന്താണെങ്കിൽ ബേജാറ്, ആ ടെൻഷനും പോലും എന്തായിട്ട് നീങ്ങിക്കിട്ട്. അപ്പോൾ ഇത്തരം ആ രോഗത്തിന് ശിഫയും അതുപോലെ അവൻ്റെ ടെൻഷൻ എന്തെല്ലാം ഉണ്ടോ ആ ടെൻഷനെല്ലാം പോയി കിട്ടുക ഒരു നല്ല പവർഫുൾ ദിക്റായിട്ടിക്കട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊരു 400 അല്ലെങ്കിൽ 300 ഇങ്ങനെ ചൊല്ലും ഞങ്ങൾ ആത്താക്കുക. ഞങ്ങൾ എല്ലാ ടെൻഷനും നീക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ശരീരത്തിലെ രോഗവും ടെൻഷനും എല്ലാം നീക്കിയിട്ട് ഞങ്ങളെ റാഹത്തിലാക്കട്ടെ. ശരി, എല്ലാ കാര്യത്തും അല്ലാഹു ബർക്കത്താക്കട്ടെ. ആഫത്തും മുസീബത്തും തൊട്ട് കുടുംബത്തെ ഞങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി.